വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് സങ്കീർത്തനം 8:5 വായിക്കുന്നത്, ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് സൃഷ്ടിച്ചു എന്ന. ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് മനുഷ്യനെ അധിപതിയാക്കുകയും എല്ലാ നന്മകളും അനുഭവിപ്പാനുള്ള അവകാശം അവന് നൽകുകയും ചെയ്തു. എല്ലാ അവകാശവും ലഭിച്ച മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു. തൽഫലമായി മനുഷ്യനുണ്ടായിരുന്ന ദൈവ തേജസ് ഇല്ലാതായി. മനുഷ്യൻ രോഗത്തിന് അടിമയായി. മാത്രമല്ല, മനുഷ്യൻ നിത്യമരണത്തിലേക്ക് വീഴുകയും ചെയ്തു. റോമർ 5:12. പാപത്തിൻ്റെ ഫലമായി മനുഷ്യനുണ്ടായ 3 അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നിത്യമരണത്തിൽ നിന്ന് ജീവനിൽ കടക്കുവാൻ മനുഷ്യന് കഴിയില്ല. പാപം മനുഷ്യൻ വരുത്തിയ 3 അവസ്ഥകൾ എവയൊക്കെയെന്ന് ചിന്തിക്കാം. 1. അനുസരണക്കേട്. സൃഷ്ടിതാവായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സൃഷ്ടി അനുസരിക്കുവാൻ പാടില്ല. എന്നാൽ പാമ്പിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. നമ്മിൽ പ്രവർത്തിക്കുന്ന തിന്മശക്തികളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. തിന്മയുടെ പിടിയിൽ നിന്ന് നാം മടങ്ങി വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പുത്രനുമായുള്ള താതാത്മ്യം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മടങ്ങി വരുവാൻ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ പുത്രനാണ് അനുസരണത്തിൻ്റെ ഏക മാതൃക. ഫിലിപ്പ് ലേഖനം 2:6-8 വാക്യങ്ങളിൽ പുത്രൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന. അനുസരണത്തിന് മാതൃകയായി നമ്മുടെ മുൻപിൽ യേശു നിൽക്കുന്നുവെങ്കിലും ആദിമ മാതാപിതാക്കന്മാരെ പോലെ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നാം അനുസരണക്കേട് കാണിക്കുന്നവരല്ലേ. അതുകൊണ്ട് നമുക്കൊരു മടങ്ങി വരവ് ഉണ്ടാവണം. നമ്മെ മടക്കി വരുത്തുന്നതിന് വേണ്ടിയാ കർത്താവ് ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചത്. ക്രൂശിൽ കൂടി വെളിപ്പെടുത്തിയ ഈ സ്നേഹത്തിന് മാത്രമേ നമ്മെ മടക്കി വരുത്തുവാൻ കഴിയൂ. അപ്പോൾ മാത്രമേ മരണത്തിൽ നിന്ന് നാം ജീവനിലേക്ക് കടക്കൂ. രണ്ടാമത്തെ അവസ്ഥ, നഷ്ടപ്പെട്ട കൂട്ടായ്മ ബന്ധം. പാമ്പിൻ്റെ വാക്ക് കേട്ട് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ യഹോവ തങ്ങളെ കാണാതിരിപ്പാൻ ഓടി ഒളിച്ചു. ഉൽപ്പത്തി 3:8. അതോടുകൂടി ദൈവമായിട്ടുള്ള അവരുടെ നിരന്തര ബന്ധത്തിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ബന്ധം നഷ്ടപ്പെടുവാനുള്ള കാരണം മനുഷ്യനിൽ ദൈവത്തെക്കുറിച്ച് പാമ്പ് സംശയം ഉളവാക്കിയതാണ്. സംശയമാണല്ലോ അനേക കുടുംബ ബന്ധങ്ങളും തകരുന്നതിന് കാരണം. സഭയിലും സമൂഹത്തിലും എവിടെയും സംശയമാണ്. മനുഷ്യനിൽ സംശയം ഉളവാക്കുക എന്നത് സാത്താൻ്റെ വലിയ തന്ത്രമാണ്. യേശുവിനുണ്ടായ പരീക്ഷയിലും സംശയത്തിൻ്റെ വിത്ത് പാകാനാണ് സാത്താൻ ശ്രമിച്ചത്. 1 ആദാം പരീക്ഷയിൽ മുട്ടുകുത്തിയപ്പോൾ 2 ആദാമായ ക്രിസ്തു പരീക്ഷയിൽ വിജയം നേടി. സംശയിക്കാതെ പരസ്പരം വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം. കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുവാനുള്ള വേറൊരു കാരണം, ദൈവം ആദാമിനെ ചോദ്യം ചെയ്യുമ്പോൾ ആദാം എല്ലാ കുറ്റവും ഹവ്വയിൽ ചുമത്തിക്കൊണ്ട് പറയുന്നത്, നീ എനിക്ക് തന്ന സ്ത്രീ പഴം തന്നു, ഞാൻ തിന്നു. ഇത് നിരുപദ്രവമായ ഒരു മറുപടി എന്ന് തോന്നാം. എന്നാൽ എല്ലാ കുറ്റവും സ്ത്രീയുടെ തലയിൽ വയ്ക്കുക ആദം ചെയ്തത്. അതോടൊപ്പം തെറ്റ് ചെയ്തതിൻ്റെ അത്യന്ത ഉത്തരവാദിത്വം ദൈവത്തിൽ ചുമത്തിക്കൊണ്ട് പറയുന്നത്, നീ എനിക്ക് തന്ന സ്ത്രീയെ തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ കൂട്ടായ്മ തകരില്ലായിരുന്നു. ഈ പ്രവണത നമുക്കും ഉണ്ട്. തെറ്റിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ ചുമത്തുക. പരസ്പരം വിശ്വസിപ്പാനുള്ള അവബോധം നമ്മളുണ്ടാകുമ്പോൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ. മൂന്നാമത്തെ അവസ്ഥ, ശാപം. അനുസരണക്കേട് കാണിച്ച മനുഷ്യനിൽ പാപത്തിൻ്റെ ഫലമായ ശാപം ഉളവായി. പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ശാപമാണ് മരണം. റോമർ 5:12.
ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനെക്കുറിച്ച് റോമർ 5:18 പറയുന്നത്, ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ശാപമരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. നമുക്ക് ലഭിക്കുന്ന വിമോചനത്തിൻ്റെയും നമ്മെ ബന്ധിച്ചിരിക്കുന്ന തിന്മശക്തിയുടെ പരാജയത്തിൻ്റെയും പൂർത്തീകരണമാണ് കാൽവറിയിൽ സംഭവിച്ചത്. കാൽവരി കുരിശിൽ പാപമില്ലാത്തവൻ ശാപമായി തീർന്നതിനാൽ ഇനി ശാപം ഉണ്ടാവില്ല. വെളിപ്പാട് 22:3 പറയുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ശാപമോചനത്തിനായി ക്രൂശിന് ചുവട്ടിലേക്ക് വരാം. ക്രൂശാണ് നമ്മുടെ അഭയ കേന്ദ്രം. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ എല്ലാ ബന്ധങ്ങളും ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് പുനഃസ്ഥാപിക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.